കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളും അന്ത്യകാല സംഭവങ്ങളെയുമാണ് സംസാരിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളൊക്കെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം, 2 തിമോഥെയോസ് 3-ാം അധ്യായം തുടങ്ങിയ അധ്യായങ്ങളിലും കർത്താവിൻ്റെ വരവും ലക്ഷണങ്ങളും എങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്നും മറ്റനേക ഭാഗങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാഹളനാദ പെരുന്നാളിൻ്റെ അഥവാ കർത്താവിൻ്റെ രഹസ്യവരവിൻ്റെ നിർദ്ദിഷ്ട സമയം പിതാവാൻ ദൈവമല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. ഏതു നേരത്തും കരുതലോടെ ഒരുക്കപ്പെട്ടവരായി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും ദൈവവചനം ധ്യാനിച്ച് പ്രമാണിച്ചും ആത്മഭാരത്തോടെ സുവിശേഷം അറിയിച്ചും ലക്ഷ്യബോധത്തോടെ മാതൃകാ ജീവിതം നയിക്കുന്നുവെങ്കിൽ കാഹളനാദ ധ്വനിയങ്ങൾ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടാം. ഇസ്രായേൽ ജനം ആചരിക്കേണ്ട 6-ാമത്തെ പെരുന്നാൾ മഹാപാപ പരിഹാര പെരുന്നാൾ ആയിരുന്നു. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ അത് മഹോപദ്രവകാലമായി കാണുന്നു. കർത്താവ് ദൈവസഭയെ ചേർത്ത് കൊണ്ടുപോകുന്നതിനെ തുടർന്ന് 7 വർഷം യഹൂദനെ സംബന്ധിച്ച് കഠിന പീഡനയുടെ ദിവസങ്ങൾ ആയിരിക്കും. റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഗോഗ് മാഗോഗ് യുദ്ധം, അതിൽ യഹൂദന് ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കും. തുടർന്ന് എതിർ ക്രിസ്തുവിൻ്റെ പ്രവേശനവും യഹൂദനുമായുള്ള ഉടമ്പടിയും ആലയ നിർമ്മാണവും വീണ്ടും ഉടമ്പടി ലംഘനവും, അങ്ങനെ നിർണായകരമായ പല ഘടകങ്ങളും കടന്നു പോകും. എതിർ ക്രിസ്തുവിനെ യഹൂദൻ തിരിച്ചറിയുന്ന അവസ്ഥ, അങ്ങനെ പല സംഭവങ്ങളും നടക്കും. അവർ കുത്യവങ്കലേക്ക് നോക്കുന്ന അവസ്ഥയുണ്ടാകും. 7-ാമത്തെ പെരുന്നാൾ കൂടാര പെരുന്നാൾ. മഹോപദ്രവത്തിൻ്റെ ഒടുവിൽ മശിഹ യുദ്ധം നടക്കും. ഇസ്രായേലിനെ രക്ഷിക്കും. സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനിറങ്ങി പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചങ്ങനയിട്ട് അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടും. 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയിലെ 4 ദിക്കിലുമുള്ള ജാതികളായി കടൽപ്പുറത്തെ മണൽ പോലെ ജനത്തെ കൂട്ടിച്ചേർത്ത് വിശുദ്ധ നഗരത്തെ വളയും. ആകാശത്തു നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. വഞ്ചക സാത്താനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. തുടർന്ന് വെള്ളസിംഹാസന ന്യായവിധി നടക്കും. ഭൂമിയും ആകാശവും സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണപ്പെടും. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നും തന്നെ ഇറങ്ങി വരും. സിംഹാസനത്തിൽ നിന്ന് കേട്ട മഹാശബ്ദമാണ്, ഇത് മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. വെളിപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 3-ാം വചനം. ഇതിൻ്റെ നിഴലായിട്ടാണ് ഇസ്രായേൽ ജനം കൂടാര പെരുന്നാൾ ആചരിക്കുന്നത്. അവർ ആരും തന്നെ ഈ മർമ്മങ്ങളൊക്കെയും മനസ്സിലാക്കിയിട്ടല്ല ആ പെരുന്നാളുകൾ ആചരിച്ചത്. യുഗപരമായി ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യുവാനിരുന്നത് നിഴലായി മോശയിൽ കൂടി നൽകി. ഉത്സവങ്ങൾ 7 അതിൻ്റെ കൃത്യതയിൽ നിറവേറ്റുവാൻ ദൈവം നൽകിയ നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്യാതെ അവർ അനുസരിച്ചു. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എബ്രായർ 1-ാം അധ്യായം 1-ാം വചനം. പുതിയ നിയമയുഗത്തിൽ നടക്കേണ്ടവ ഒക്കെ നിഴലുകളായി ദൈവം മോശയിൽ കൂടി നൽകി. വഞ്ചക സാത്താൻ്റെ വഞ്ചനയാൽ തകർന്ന് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ കരുണയോടെ കടാക്ഷിച്ച് വിടുതൽ പ്രാപിക്കുന്ന മർമ്മങ്ങളത്രേ ഈ ഉത്സവങ്ങളുടെ ആചരണത്തിൽ ഒതുങ്ങിയിരിക്കുന്നത്.